ഇന്നത്തെ കാലത്ത് കുട്ടികൾ, പ്രത്യേകിച്ച് കൗമാരക്കാർ, എങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് നമുക്കൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല. പലപ്പോഴും അവരുടെ പ്രവൃത്തികളുടെ വ്യാപ്തി, അവരേർപ്പെടുന്ന കുറ്റകൃത്യങ്ങൾ, അതിൻ്റെ ആ വ്യാപ്തിയെക്കുറിച്ച് പോലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുന്നതല്ല. നമ്മുടെ ചിന്തയ്ക്കൊക്കെ അപ്പുറമുള്ള കാര്യമാണ്. കാരണം നമുക്കൊക്കെ കൊച്ചുനാട്ടിലൊന്നും ഇങ്ങനൊരു സംഭവം ഞാനൊന്നും കണ്ടിട്ടേ ഇല്ല. ഇതുപോലുള്ള കാര്യങ്ങൾ കേട്ടിട്ട് പോലുമില്ല. ഇതുപോലെ ഇത്രയും പ്രായം കുറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്നതിനെക്കുറിച്ച് നമുക്ക് ഒരറിവ് വന്ന് കിട്ടിയിട്ടില്ല. ഇപ്പം ഇത് എടുത്ത് പറയാൻ കാരണം, ശിവൻകുട്ടി എന്ന് പറയുന്ന 65-കാരൻ്റെ ദാരുണമായ മരണമാണ്, കൊലപാതകമാണത് വന്നേക്കുന്നത്. അപ്പോൾ അതിൽ പിടിക്കപ്പെട്ടവരോ ഒരു 13 വയസ്സുകാരി, അവളുടെ സുഹൃത്തുക്കളായ 3 17 വയസ്സുകാരന്മാർ ഇവരാണ്. അപ്പോൾ ഈ കുട്ടി ശിവൻകുട്ടിയുടെ ബന്ധുവാണ് എന്നേ ഞാൻ പറയുന്നുള്ളൂ. എന്ത് ബന്ധമെന്നൊന്നും പറയുന്നില്ല. കാരണം ഐഡൻറ്റിറ്റി ഈ കുട്ടിയുടേത് വെളിവാക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ കൗമാരക്കാർ 3 പേര് 17കാരന്മാരെന്ന് പറയുന്നവർ കൊല്ലം പറവൂർ സ്വദേശികളാണ്. കൊല്ലം പരവൂർ സ്വദേശികളാണ്. പറവൂരല്ല, പരവൂരാണ്. കൊല്ലം പരവൂർ സ്വദേശികളാണ്. അപ്പോൾ ഈ ശിവൻകുട്ടിയുടെ ഭാര്യ സരസ്വതി, മൂത്ത മകൾ ശ്രീകല, രണ്ടാമത്തെ മകൾ ശശികല എന്നിത്രയും പേരാ ഉള്ളത്. അപ്പോൾ ഈ ശ്രീകലയുടെ ശ്രീകലയ്ക്കൊരു മോളുണ്ട്. പിന്നെ രണ്ടാമത്തെ അടുത്ത പ്രസവത്തിനായിട്ട് ഇപ്പോൾ ശ്രീകല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ശിവൻകുട്ടി രാത്രി വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു. കാരണം ശിവൻകുട്ടിയുടെ കൊച്ചുമോള് കൂടെ സാധാരണ കൂടെ ഉള്ളതാണ്. അന്ന് ഈ കുട്ടി അതിൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ആയിരുന്നു അന്തി ഉറങ്ങിയത്, അതിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിൽ എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഇത് ഒന്നും അറിയുന്നില്ല, ബാക്കിയൊന്നും അറിയുന്നില്ല. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഈ കുട്ടി തിരിച്ചെത്തിയപ്പോൾ വാതിൽ അകത്തുനിന്ന് അടച്ചേക്കാണ്. ഈ ശിവൻകുട്ടിയെ വിളിച്ചിട്ടൊന്നും വിളിയൊന്നും കേൾക്കുന്നില്ല, ഒരനക്കവുമില്ല. അത് അവിടെ മുമ്പ് വശം പുറവശം എല്ലാം പോയി നോക്കി, വീട്ടിനകത്ത് കയറാൻ മാർഗമില്ല. അങ്ങനെ വന്ന് പല പ്രാവശ്യം നോക്കിയപ്പോഴും വീട് തുറക്കുന്നില്ല. അങ്ങനെ അത് അയൽക്കാരുടെ അടുത്തൊക്കെ അപ്പോഴത്തേക്ക് ആൾ ഇത് അറിഞ്ഞ് കേട്ട് ഇതിൻ്റെ ഈ വിളിയൊക്കെ കേട്ടുകൊണ്ട് വന്നു നോക്കി. അപ്പോൾ അടുത്ത് ഉള്ള SNDP ശാഖയുടെ ഒരു ഭാരവാഹിയെ അടുത്ത് വിവരമൊക്കെ ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വന്നു. നാട്ടുകാരും ഒക്കെ നോക്കി, പക്ഷേ വാതിൽ തുറക്കാൻ ഒരു മാർഗവുമില്ല. അന്നേരം പിന്നെ ഈ ശ്രീകലയ്ക്ക് ഇതിനടുത്തായിട്ടൊരു വീട് പണിയുന്നുണ്ട്. ആ വീട് പണിയുന്നതിൻ്റെ അവിടുത്തെ ഒരു നിർമ്മാണ തൊഴിലാളിയായിട്ടുള്ള ഒരു ബംഗാൾ സ്വദേശിയെ ഇവർ വിളിച്ചുകൊണ്ട് വന്നിട്ട് അയാളെ കൊണ്ട് ഇതിൻ്റെ ഈ വാതിലിനടുത്തുള്ള ഗ്രില്ല് ഇളക്കാൻ പറ്റി. അങ്ങനെ ഇളക്കി നോക്കി വീട്ടിനകത്ത് കയറി നോക്കിയപ്പോഴാണ് ഈ ശിവൻകുട്ടി ഇതേപോലെ അയാളുടെ കയ്യും കാലും കൂട്ടിക്കെട്ടിയേക്കാണ്. തുണിയുണ്ട്, അയാളുടെ കഴുത്തും കെട്ടി മുറുക്കിയിട്ടുണ്ട്. അയാൾ മരണപ്പെട്ടു. അതായത് കൊലപാതകമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഒരാളെ കയ്യും കാലും കെട്ടി അയാൾക്ക് തന്നെത്താ കഴുത്ത് മുറുക്കി ചാവാൻ ഒക്കത്തില്ലല്ലോ. അങ്ങനെ അന്നേരം ഈ കൊച്ചുമോള് പറഞ്ഞു, ഈ അലമാരയിൽ ഏതാണ്ട് 6 പവൻ്റെ സ്വർണം ഉണ്ടായിരുന്നു പറഞ്ഞു, സ്വർണ്ണാഭരണങ്ങളുണ്ടായിരുന്നു പറഞ്ഞു. നോക്കിയപ്പോൾ അത് കാണുന്നില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായി. പോലീസ് വന്നു. അതായത് ഈ സ്വർണം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഈ കൊലപാതകം നടത്തിയതാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് പോലീസിനുണ്ടായി. മാത്രമല്ല, ഈ ശിവൻകുട്ടിയുടെ ശവശരീരത്തിലും അതുപോലെ തന്നെ ആ സ്ഥലത്തുമെല്ലാം, അതായത് ആ വീടിനുള്ളിലെല്ലാം ഈ മുളക് പൊടി വാരി വിതറിയിട്ടിരുന്നു. വളരെ പ്രൊഫഷണലായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ചെയ്തേക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. വളരെ പ്രായം കുറഞ്ഞ ആളുകളാണ്.
അപ്പോൾ ഇതെങ്ങനെ ഈ വീടിനകത്ത് കയറി എന്നുള്ളതിനെക്കുറിച്ച് നോക്കിയപ്പോൾ ആ ഈ ശിവൻകുട്ടി കിടന്ന, അതായത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം കണ്ട ആ മുറിയുടെ ഒരു ഒരു ബാത്റൂമുണ്ട് അവിടെ, അതിൻ്റെ അടുത്തുള്ള വെന്റിലേറ്റർ, ആ വെന്റിലേറ്ററിൻ്റെ അടുത്ത് മുകളിൽ വെളിയിൽ ഷീറ്റ് ഉണ്ടായിരുന്നു, ഷീറ്റ് ഇട്ടിരുന്നതാണ് അവിടെ, അത് പൊളിച്ചിട്ടുണ്ട്. അത് പൊളിച്ച് വെന്റിലേറ്ററിലൂടെ ഇറങ്ങിയാണ് ഈ പണി നടത്തിയേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ, വെന്റിലേറ്ററിലൊക്കെ ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ശരീരം വലിയ ഭാരമുള്ള ഒരാൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. എന്നിട്ട് ഇതിലേ തന്നെ തിരിച്ചു കയറി പോയിട്ടുണ്ട്. അപ്പം മാത്രമല്ല, ഒറ്റയ്ക്കൊരാൾ 65 വയസ്സുകാരനാണ് ശിവൻകുട്ടി, അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരാൾക്ക് വന്ന് ഇയാളെ ഇങ്ങനെ കീഴ്പ്പെടുത്താനും ബുദ്ധിമുട്ടായിരിക്കും. അത് ഉറങ്ങിക്കിടന്ന സമയത്തായിരിക്കും ചിലപ്പോൾ. അപ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഉറങ്ങിക്കിടക്കുമ്പം അതിന് അന്നേരം തന്നെ ഇതങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം അങ്ങ് റെഡിയാവും. അപ്പോൾ ഇത് ഇപ്പോൾ നോക്കിയപ്പോൾ പോലീസിന്, അതായത് പോലീസ് നായി വന്ന് മണപ്പിക്കരുത്. പിന്നെ നോക്കിയപ്പോൾ ഫിംഗർ പ്രിൻ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ പിടിക്കപ്പെട്ടവന്മാരെടുത്ത് ഇപ്പോൾ ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലാവുന്നത് അവന്മാർ ഗ്ലൗസ് ധരിച്ചിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ. ഗ്ലൗസ് ധരിച്ച ഈ കൊലയാളികൾ, ഒന്ന് കുട്ടിക്കൊലയാളികൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, ഗ്ലൗസ് ധരിച്ചവരാണ്. അവരെ മാത്രമല്ല, ഈ സ്നിഫർ ഡോഗ്സ്, പോലീസ് നായി മണം പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഡെഡ് ബോഡിയിലും അതേപോലെ തന്നെ പരിസരത്തുമെല്ലാം വീടിനുള്ളിലെല്ലാം മുളക് പൊടി വിതറിയേക്കുന്നത്. പട്ടിക്ക് മണം പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് ഇത്രയും പ്രായം കുറഞ്ഞ ആളുകൾ ഈ രീതിയിൽ ഇത് കരുതിക്കൂട്ടി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ ഒക്കുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇന്ന് കുട്ടികൾ അങ്ങനെയാണ്. അവർ ഈ സിനിമയും അതും ഇതുമൊക്കെ ഇതുപോലെ വളരെ, അതായത് വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ അവർ ഫിലിമിലെല്ലാം കാണും. അവർക്ക് ഇഷ്ടവും അതാണ്. ഇന്ന് കുട്ടികളുടെ അടുത്ത് ചോദിച്ചു നോക്കിക്കോളൂ, ഏറ്റവും വളരെ വലിയ വയലൻസ് ഉള്ള സിനിമ അതാണ് അവർക്ക് ഇഷ്ടം. അവർക്കല്ലാതെ ഫാമിലി മൂവി അങ്ങനെയുള്ളതൊന്നും താല്പര്യമില്ല. അവർക്ക് ഈ മാർക്കോ പോലുള്ള സിനിമകളുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ വയലൻസ് കാണണം. അതായത് ദുരന്തർ എന്നൊക്കെ പറയുന്ന സിനിമ ഉണ്ട്. ഇതൊക്കെ കാണുക എന്ന് പറയുന്നത് അവർക്ക് വളരെ ഇഷ്ടമാണ്. അതായത് വയലൻസ് ഇവർക്ക് വളരെ താല്പര്യമായിട്ട് കുട്ടികൾക്ക് മാറി. അപ്പോൾ ഇവർക്ക് ഇതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ഇതിനകത്ത് ഈ 3 അവന്മാരും കൂടെ ഈ വന്ന് ഇയാളെ കൊലപ്പെടുത്തുന്ന സീനുണ്ടല്ലോ, ഇയാളെ കെട്ടിയിട്ട് കൊലപ്പെടുത്തുന്ന സീൻ ഈ 13കാരിക്ക് വീഡിയോയിൽ കാണിച്ചു കൊടുത്തു. അതായത് വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുത്തതായിട്ട് പറയപ്പെടുന്നു. അപ്പോൾ നോക്കിക്കോളൂ, ഒരു 13 വയസ്സുള്ള ഒരു പെൺകുട്ടി യഥാർത്ഥത്തിൽ 3 പേരെ വിളിച്ച്, അതായത് ഈ പറയുന്ന ഈ വന്യവയോധികനായ മനുഷ്യനെ കൊലപ്പെടുത്താനായിട്ടുള്ള കൊട്ടേഷൻ കൊടുക്കുകയാണ്. അതിൻ്റെ കാര്യം, ഈ 13കാരിക്ക് ഒരു മൊബൈൽ വേണം. ആ മൊബൈൽ എന്ന് പറയുന്നത് ഒരു ഐഫോൺ വേണം. മറ്റവന്മാരെ സംബന്ധിച്ചിടത്തോളം അവന്മാർക്ക് മോട്ടോർ സൈക്കിൾ വേണം. അപ്പോൾ ഇതിപ്പോൾ 6 പവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായാലും ഇന്നത്തെ കാലത്ത് ഏത് വില നോക്കിയാലും ഒരു 6 ലക്ഷം രൂപ ഉറപ്പായിട്ട് കിട്ടും. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് നടക്കും. 1-2 മോട്ടോർ സൈക്കിളും ഒരു ഈ ഐഫോൺ ഇതുമൊക്കെ വാങ്ങാം. അപ്പോൾ ഇതിനു വേണ്ടിയാണ് ഇത് ഫോണിലൂടെ, അതായത് വീഡിയോ കോളിലൂടെ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 13കാരിക്കാണ് ഇത് കാണിച്ചു കൊടുക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കിക്കോളൂ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഏതായാലും ഇപ്പോൾ കസ്റ്റഡിയിലാണ്. ഇപ്പോൾ ഈ 17 വയസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ നിർഭയ കേസിന് ശേഷമുള്ള അമെൻമെൻറ്റും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ഈ കുറ്റവാളി എന്ന് പറയുന്ന അതിനകത്ത് അവന്മാർക്ക് ഈ 18 വയസ്സിന് താഴെയുള്ള, അതായത് ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൻ്റെ പരീക്ഷ കിട്ടണമെന്നില്ല. കാരണം യവന്മാർക്കത് തിരിച്ചറിയാം എങ്കിൽ, ഇതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചറിയാമെന്നുണ്ടെങ്കിൽ ആ പരീക്ഷയൊന്നും കിട്ടത്തില്ല. ഇത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യം എന്താ, ഇവിടെ യവന്മാരുടെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള അറ്റംപ്റ്റ് നോക്കിയുള്ളൂ, ഗ്ലൗസ് ഇട്ടിരുന്നു, ഫിംഗർ പ്രിൻ്റ് ഒന്നും കിട്ടത്തില്ല. അതുപോലെ മുളക് പൊടി വിതറി, അതായത് സ്നിഫർ ഡോഗ്സ്, അതായത് പോലീസ് നായ വന്ന് മണം പിടിക്കാതിരിക്കാൻ വേണ്ടി യവന്മാരുടെ വെയർ അബൌട്ട്സ് അറിയരുത്, അതിനു വേണ്ടിയാണ്. പക്ഷേ എങ്ങനെയായാലും ശരി, എന്തായാലും ശരി, എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താലും ഹ്യൂമൻ കോണ്ടാക്റ്റ് എന്ന് പറയുന്നത് പോലീസിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് ഏതായാലും പിടികൂടി. ഇനി ഇവന്മാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയുള്ളൂ, ലൈഫ് പോയില്ലേ. ഒരു മോട്ടോർ സൈക്കിൾ കിട്ടിയോണ്ട് കാര്യമായോ? ജീവിതം കിട്ടിയോ?
ഇത് വീട്ടിൽ വളർത്തുമ്പോൾ ശ്രദ്ധിക്കണം അച്ഛനും അമ്മയൊക്കെ. കുട്ടികളുടെ കാര്യം വല്ലപ്പോഴും ഒന്ന് നോക്കണം. അതാ വേണ്ടത്.